ക്യാൻസർ വിഭാഗത്തിൽ ഏറ്റവും അപകടകരമായ ഒന്നാണ് ഗർഭാശയമുഖത്തെ ക്യാൻസർ അഥവാ സെർവിക്കൽ ക്യാൻസർ. തിരിച്ചറിയാൻ ഏറെ ബുദ്ധിമുട്ടുള്ള രോഗം കൂടിയാണിത്. മിക്കപ്പോഴും രോഗലക്ഷണങ്ങൾ പോലും കാണിക്കാത്തതൊന്ന്. യോനിയെ ഗർഭാശയമുഖവുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് സെർവിക്സ്. ലൈംഗിക ബന്ധത്തിൽ കൂടി പകരുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസാണ് ഈ രോഗത്തിന് കാരണമാകുന്നത്. ഇന്ത്യയിൽ ഓരോ 8 മിനിറ്റിലും ഒരു സ്ത്രീ സെർവിക്കൽ ക്യാൻസർ മൂലം മരണമടയുന്നുവെന്നാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്യാൻസർ പ്രിവെൻഷന്റെ കണക്ക്. 30 മുതൽ 69 വയസ്സിനുള്ളിൽ പ്രായമുള്ള സ്ത്രീകളെയാണ് ഈ രോഗം കൂടുതലായും ബാധിക്കുന്നത്. പാപ്സ്മിയർ ടെസ്റ്റാണ് സെർവിക്കൽ ക്യാൻസർ കണ്ടെത്താൻ ഏറ്റവും ഫലപ്രദമായ മാർഗം. യോനി മുഖത്ത് മറ്റ് അണുബാധകൾ കണ്ടെത്താനും ഈ പരിശോധന നടത്താവുന്നതാണ്. സാധാരണയല്ലാത്ത ബ്ലീഡിംഗ് ആണ് സെർവിക്കൽ ക്യാൻസറിന്റെ പ്രധാന ലക്ഷണം, പ്രത്യേകിച്ച് 2 ആർത്തവ ചക്രങ്ങൾക്കിടയിൽ വരുന്നത്. ദുർഗന്ധത്തോടെയോ ബ്രൗൺ നിറത്തിലോ രക്താംശത്തോടെയോ ഉള്ള ഡിസ്ചാർജും സെർവിക്കൽ ക്യാൻസർ ലക്ഷണമാകാം. പാപ്സ്മിയർ പരിശോധന ടെസ്റ്റാണ് പൊതുവെ രോഗനിർണയത്തിന് അംഗീകരിക്കപ്പെട്ട പരിശോധനാ രീതി. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പരിശോധന കൂടിയാണ്. കേരളത്തിൽ പല ആശുപത്രികളിലും ഇതിനുള്ള സൗകര്യങ്ങളുമുണ്ട്. സെർവിക് കോശങ്ങൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ, ക്യാൻസർ ഉണ്ടോ, ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ എന്നിവയെല്ലാം ഈ പരിശോധനയിലൂടെ അറിയാൻ കഴിയും. എല്ലാ സ്ത്രീകൾക്കും ഈ പരിശോധന നടത്താം. തികച്ചും വേദനാരഹിതവും പാർശ്വഫലങ്ങൾ ഇല്ലാത്തതുമായ ഈ പരിശോധനയ്ക്ക് ചുരുങ്ങിയ സമയവും ചിലവുമേ ആവശ്യമായുള്ളൂ. ഗർഭാശയമുഖത്തു നിന്നും കോശങ്ങൾക്ക് പ്രത്യേക ബ്രഷ് വഴി അടർത്തിയെടുത്ത സൂക്ഷ്മദർശിനിയിലൂടെ നോക്കിയാണ് രോഗലക്ഷണം ഈ ടെസ്റ്റ് വഴി അറിയുന്നത്. പുകവലി, വൃത്തിക്കുറവ്, പ്രതിരോധശേഷിക്കുറവ്, പോഷകാഹാരക്കുറവ് എന്നിവയെല്ലാം ചിലപ്പോൾ സെർവിക്കൽ ക്യാൻസറിന് കാരണമായേക്കാം. ക്രമാതീതമായി ഭാരം കുറയുക, കാൽപാദത്തിലെ വേദന, വയറ്റിൽ അടിക്കടിയുള്ള വേദന, പുറം വേദന എന്നിവയെല്ലാം ഈ രോഗത്തിന്റെ ലക്ഷണമായേക്കാം. 21-29 വയസ്സിനുള്ളിൽ പ്രായമായവർ 3 വർഷം കൂടുമ്പോൾ പാപ്സ്മിയർ പരിശോധന നടത്തേണ്ടതാണ്. 30 മുതൽ 65 വയസ്സിനുള്ളിൽ പ്രായമുള്ളവർ ഓരോ 3 വർഷമോ 5 വർഷമോ കൂടുമ്പോൾ പരിശോധന നടത്തണം. അത് കഴിഞ്ഞാൽ മിക്കപ്പോഴും പരിശോധനയുടെ ആവശ്യം വരുന്നില്ല. സെർവിക്കൽ ക്യാൻസർ പ്രതിരോധ വാക്സിൻ എടുത്തവർ പോലും 3 വർഷത്തിലൊരിക്കൽ പരിശോധന നടത്തേണ്ടതുണ്ട്. ആർത്തവം ഇല്ലാത്ത സമയത്താകണം പരിശോധനയ്ക്ക് പോകേണ്ടത്. ഗർഭാശയമുഖ ക്യാൻസർ വരാതിരിക്കുവാനുള്ള പ്രധാന മാർഗം പ്രതിരോധ കുത്തിവയ്പ് എടുക്കുക എന്നത് തന്നെയാണ്. വാക്സിനുകൾ വളരെ ഫലപ്രദവുമാണ്. ലോകാരോഗ്യ സംഘടന ഈ കുത്തിവയ്പ് നിർദ്ദേശിക്കുന്നുണ്ട്. 9 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികളിലാണ് ഇത് നിർദ്ദേശപ്പെട്ടിരിക്കുന്നത്. സെർവിക്കൽ ക്യാൻസർ വരാതിരിക്കാൻ ഈ കുത്തിവയ്പ് വളരെ സഹായിക്കുന്നു. അതുകൊണ്ട് 9 വയസ്സിനും 19 വയസ്സിനും ഇടയിൽ പ്രതിരോധ കുത്തിവയ്പ് എടുക്കണമെന്നാണ് ലോകാരോഗ്യ സംഘടന നിർദ്ദേശം വയ്ക്കുന്നത്. പെൺകുട്ടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുൻപ് തന്നെ കുത്തിവയ്പ് എടുക്കുന്നതാണ് അഭികാമ്യം. എങ്കിലും 26 വയസ്സ് വരെ ഈ കുത്തിവയ്പ് എടുക്കാവുന്നതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.